ജ്യൂസ് 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 കുമിട്ടിക്ക ജ്യൂസ് ബബിൾക്ക് ഇഷ്ടമുള്ള കുമിട്ടിക്ക ജ്യൂസ് മതിയാ. അല്ല അണ്ണനെ വേണ്ടാന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടി അവരിത് കണ്ടിട്ട് എനിക്ക് അവരോട് വൈരാഗ്യമൊന്നും ഇല്ല. നിത്യമേനോട് ആരോട് വൈരാഗ്യമില്ല. അണ്ണനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇത് വരണം. മഞ്ജുവാരൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറയാം. പക്ഷെ എന്ന് പറഞ്ഞാൽ നടക്കുന്നൊന്നുമില്ല, കോമ്പറ്റബിൾ അല്ല. അവൻ എനിക്ക് പറയാനും പേടിയാണ്. കാരണം വലിയ പോകുമ്പോൾ പല ആൾക്കാർ കളിയാക്കാറുണ്ട്. പുതിയ മീഡിയ നമ്മൾ നെഗറ്റീവ് അതും ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ മീഡിയക്ക് എന്താണ് എന്നോട് ഈ അവകാശം മനസ്സിലാവണില്ല. സെലിബ്രിറ്റി ആയല്ലോ. അല്ല എനിക്കിപ്പോൾ മലയാളീസ് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഫോറിൻ കൺട്രീസിന് പല കൺട്രീസിൽ വിളിക്കുന്നുണ്ട്. ഫിലിം എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ഇന്റർവ്യൂ ഇരുന്ന് അല്ലെങ്കിൽ എന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ആക്കാൻ പറ്റുമോ ഇതൊക്കെ ചോദിക്കുമ്പോൾ അണ്ണന്റെ വിലയല്ലേ പോണത്, അത് മനസ്സിലാക്കണല്ലേ. അത് നിത്യമേനോട് ചോദിച്ചാണ്. എല്ലായിടത്തും നോ ഉള്ള അഭിപ്രായം. അതിനെങ്കിലും അത് പെരുമാറണ്ടേ. ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ പോയി. അത് പ്രതീക്ഷ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇവരുടെ പ്ലാൻ നേരത്തെ തിരിച്ചറിയേണ്ടേ. നമ്മൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാൽ പോകുന്നത്, ഇൻഡ്യൂഷൻ വെച്ചാൽ പോകണം. കുറച്ചുകൂടി ലോജിക്കലായി ചിന്തിക്കണം. ഇനിയിപ്പോൾ അടുത്ത ക്രഷ് ഉണ്ടാവോ ഈ അടുത്ത് തന്നെ? അടുത്ത ക്രഷ് അത് നമുക്ക് നേരത്തെ ഇങ്ങനെ പറയാൻ പറ്റും. ഇനി തോന്നുമ്പോൾ പറയാൻ പറ്റുള്ളൂ. മഞ്ജുവാരൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറയാം. പക്ഷെ എന്ന് പറഞ്ഞാൽ നടക്കുന്നൊന്നുമില്ല, കോമ്പറ്റബിൾ അല്ല. അവൻ എനിക്ക് പറയാനും പേടിയാണ്. കാരണം വല്ല കേസ് കൊടുക്കുമെന്ന് അറിയില്ല. അവർക്ക് മാനനഷ്ടത്തിനുള്ള കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? റൈറ്റ് ഉണ്ടോ? ആര് ചോദിച്ചാ? അത് നമുക്ക് ഒരാൾ ഇഷ്ടമാണ് പറയുന്നത്. എന്താ മാനനഷ്ട കൊടുക്കാൻ എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ വൾഗറായിട്ട് നീ പറഞ്ഞാൽ കുഴപ്പമില്ല. വൾഗറായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേസ് കൊടുക്കാം. അല്ലാതെ നിൽക്കാൻ പോകുന്നില്ല, കോർട്ടിൽ നിൽക്കാൻ പോകുന്നില്ല. ഒരാളെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്തോ പോകും. അങ്ങനത്തെ നിയമങ്ങൾ പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യേണ്ടി വളരും. ഇതൊക്കെ ആലോചിച്ചിട്ടാണോ പോസ്റ്റ് ഇടാൻ? എന്താണ്? അല്ല ഇതൊക്കെ ആലോചിച്ചിട്ടാണോ പോസ്റ്റ്? അത് ആലോചിച്ചിട്ടില്ല. അതാണ് ഇത്ര പ്രശ്നങ്ങൾ പറ്റിയത്. ഇനിയെങ്കിലും ആലോചിക്കണം. ആലോചിക്കാൻ എനിക്കൊരു പണി കിട്ടും. അല്ല ഇനി ഞാൻ പണ്ടല്ല ഇങ്ങനെ റിയാക്ട് നടപടി ചെയ്തത്. ഇനി ഒരു സെലിബ്രിറ്റിയിലായതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. സെലിബ്രിറ്റി ആയല്ലോ. അല്ല എനിക്കിപ്പോൾ മലയാളീസ് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഫോറിൻ കൺട്രീസിന് പല കൺട്രീസിൽ വിളിക്കുന്നുണ്ട്. ഫിലിം എല്ലാവർക്കും അറിയാം. എന്താണ് ചോദ്യം? എന്നെ പോളണ്ട്, ഇറ്റലി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, US, കാനഡ പലയിടത്തും വിളിക്കുന്നുണ്ട് മലയാളീസ്. മലയാളീസ് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഫിലിം ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഒരു ബിസിനസ് മൈൻഡോട് ഉപയോഗിക്കാം. ബിസിനസ് മൈൻഡോട് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഇത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് PhD ചെയ്യണം, അമ്മയുടെ കാര്യം നോക്കണം, ഒരുപാട് കാര്യമുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ചെയ്തത്. PhD ചെയ്യേണ്ടുള്ളൂ. എന്റെ 4 റിസർച്ച് കമ്മിറ്റി കഴിഞ്ഞു. ഇനി 2 റിസർച്ച് കമ്മിറ്റിയോടെ ഉള്ളൂ. ഫർദർ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അത് ഗൈഡിന്റെ പേരും പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് IIT അഡ്മിഷൻ കിട്ടിയതാണ്. 3 ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയതാണ്. എനിക്ക് IIT അഡ്മിഷൻ കിട്ടിയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും ടോപ്പറായിട്ട് PhD തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയും ഫുൾ ടൈം തിയേറ്ററിലാണോ സിനിമ. അതല്ല ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ്. ആകെ ഒരു ഫ്രൈഡേ ആണ് അതിന് വേണ്ടി മാറ്റി വെക്കണം. അല്ല ഒരുപാട് ആൾക്കാരെ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനാണെങ്കിൽ മാട്രിമോണി രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. കമന്റ്സ് വായിക്കാറില്ല. എനിക്ക് മതിയായി. കമന്റ്സ് വായിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കമന്റ്സ് നെഗറ്റീവാണ്. കമന്റ്സ് ഞാൻ വായിക്കാറില്ല. ഇപ്പോൾ പെരേര പുതിയ മീഡിയക്കാർ പൊക്കുന്നുണ്ട്. പുതിയ മീഡിയക്കാർ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പുതിയ മീഡിയക്കാർ പെരേര പുറകെയാണ്. പെരേരക്ക് നല്ല ടൈമാണ്. പെരേര നല്ല രീതിയിൽ ആറാട്ടണനെ പല വീഡിയോയിലും വിമർശിക്കുന്നുണ്ടല്ലോ. ഞാനും വിമർശിക്കുന്നുണ്ട്, പുള്ളിയും എന്നെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വിമർശിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഒഴിവാക്കണം. മാറ്റണം. മനുഷ്യരുടെ പെയിൻഫുൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് തമാശയായിരുന്നു. അണ്ണന് സങ്കടം ഭയങ്കര കരച്ചിലൊക്കെ വന്നതൊക്കെ പറയണ്ടേ. അത് ഭയങ്കരമല്ലേ. പിന്നെ ആത്മാർത്ഥമാണെങ്കിൽ ഉണ്ടാവും. ഇന്നൊരാൾ നാളെ വേറൊരാൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവും. ഇന്നത്തെ ജനറേഷനിലെ ലവ്വയുടെ സിൻസറാണോ അറിയില്ല. ഇന്ന് ഒരാൾ ബ്രേക്കപ്പ് ആയാൽ 2 ദിവസം കഴിഞ്ഞ് വേറെ ആളാണ്. നമുക്ക് അറിയില്ല. നമ്മൾ പഴയ ജനറേഷനാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ ഈ സാഡ് സോങ്സ് ഒക്കെ കേട്ടിരിക്കാറുണ്ടോ? നമ്മൾ ഭൂരിഭാഗം സമയം ദുഃഖത്തിൽ തന്നെയാണ്. വളരെ അപൂർവമായിട്ട് സന്തോഷിക്കാറുള്ളൂ. സാഡ് സോങ് നമ്മൾ കിരീടത്തിൽ പാടലേ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണീർ പൂണ്ടല്ലോ അത് കാണാറില്ല. എനിക്ക് പാടാൻ പറ്റില്ല. പാടാനൊന്നും ഞാൻ വലിയ കഴിവില്ല. എനിക്ക് ആകെ റിവ്യൂ മാത്രമേ അറിയുള്ളൂ. ഞാൻ പാട്ട് ശരിയാവില്ല. ഞാൻ ഇന്നാളെ ഒരു പാട്ട് പാടി ആകെ പ്രശ്നമായിരിക്കുകയാണ്. അത് ട്രോളെല്ലാം അടിച്ച് ആകെ പോയിരിക്കുകയാണ്. ചോദിക്കോ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതൊക്കെയാണ്. ഞാൻ പാടി ശരിയാവില്ല. എനിക്ക് പറ്റി പാടിയല്ലോ. നമ്മൾ പെരേരോട് ചോദിക്കും. പെരേരോട് പാട്ട് പാടാൻ പറയാം. ഡാൻസ് ചെയ്യാൻ പറയാം. അത് പെരേരുടെ ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞുതരാ. ഭയങ്കര ട്രോളായി പാടും. നിങ്ങൾക്ക് കൂടെ ആണ്. പക്ഷെ എനിക്ക് നഷ്ടമാണ്. അല്ല അണ്ണനെ വേണ്ടാന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടി
അവരിത് കണ്ടിട്ട് എനിക്ക് അവരോട് വൈരാഗ്യമൊന്നും ഇല്ല. നിത്യമേനോനോട് ആരോട് വൈരാഗ്യമില്ല. അവർക്ക് അണ്ണനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇത് വരണം. എനിക്ക് അങ്ങനെ ഒരു മമ്മൂട്ടിയുടെ ചെറിയൊരു പാട്ട് പാടാം. അത് ഭയങ്കര ട്രോളായി മാറും. അത് പ്രശ്നം വരും. നിങ്ങൾക്ക് കൂടെ ആണ് ഇല്ല ജ്യൂസ് 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 കുബിട്ടിക്ക ജ്യൂസ് ബൊബുക്ക് ഗസ്റ്റുള്ള കുബിട്ടിക്ക ജ്യൂസ് മതിയാ. അതാ ചെറിയൊരു പാട്ടിക്ക് പറയാനുള്ള. അല്ല ഒരു ഏഹ് 3 വരിക കണ്ണീർ പൂവിന്റെ പഠിക്കും. കണ്ണീരോട് ഞാൻ പാടിച്ചില്ല. ഒരു പാടിക്കും എന്തായാലും ഇതായില്ലേ. എനിക്ക് ആ ടോണൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ വലിയ കലാകാരനൊന്നല്ല. എനിക്ക് ഒരു സിനിമ കണ്ട് വിശകലനം ചെയ്യാനേ അറിയുള്ളൂ. അതായത് ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല. ഇത് വേണേ ജ്യൂസ് 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 കുബിട്ടിക്ക ജ്യൂസ് ബൊബുക്ക് ഗസ്റ്റുള്ള കുബിട്ടിക്ക ജ്യൂസ്. എന്താണ് വിരഹമാണ്. ഞാനെന്താ പഴയ ആളാണ് പേരുണ്ടല്ലോ നസീറല്ല ഒരാളുണ്ടല്ലോ ഭയങ്കര സെന്റിമെന്റ്സിന്റെ ആള് റൊമാൻസിന്റെ ആള് ശ്രീകുമാർ അല്ല എൻ്റെ പേര് മെച്ചുവല്ല മോഹൻലാലിൻ്റെ വലിയൊരു ആളായിരുന്നു പേര് കിട്ടുന്നില്ല. ഞാൻ വിരഹനായകനൊന്നല്ല. നമ്മൾ കുറച്ച് സെൻസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾ ലുലുമാളിലെ പോകുമ്പോൾ പല ആൾക്കാർ കളിയാക്കാറുണ്ട്. പുതിയ മീഡിയ നമ്മൾ നെഗറ്റീവ് അതും ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ മീഡിയക്ക് എന്താണ് എന്നോട് ഈ അവകാശം മനസ്സിലാവണില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പഴയ ജനറേഷനെ കൊണ്ടാവാം.